ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാറിന് ഇത് തിരിച്ചടിയുടെ കാലമാണ്. അദ്ദേഹം ഉത്തരവിറക്കിയ KSRTC ഡ്രൈവറുടെ സ്ഥാനം മാറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിന്റെ പ്രതാപകാലം കഴിഞ്ഞ് താഴേക്കിറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കോടതി ഒരു സ്ഥലമാറ്റ ഉത്തരവ് റദ്ദാക്കി എന്ന് പറഞ്ഞ് ഒരാളുടെ പ്രതാപകാലം കഴിഞ്ഞു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായും അദ്ദേഹം വലിയ രീതിയിൽ ഷോ കാണിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കത്തെയാണ് കോടതി പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അല്ല, ഷോ എന്ന് പറയുന്നത് ഗണേഷ് കുമാറിന്റെ കൂടപ്പിറപ്പാണ്. ബാലകൃഷ്ണ പിള്ളയുടെ മകനായി ജനിച്ച കാലം മുതൽ ഗണേഷ് കുമാർ ഷോയുടെ ആളാണെന്നാണ് പൊതുവെ പറയാറ്. സിനിമയിലുണ്ടായിരുന്ന കാലത്തും അളിയൻ ഭയങ്കര ഷോ കാണിച്ചു നടന്ന ഒരു മനുഷ്യനാണ്. പിന്നീട് MLA ആയപ്പോഴും മന്ത്രി ആയപ്പോഴും ഒക്കെ ഷോ കാണിച്ച് ഏതോ ഒരാളുടെ ഭർത്താവ് പത്തനാപുരത്ത് മന്ത്രിഭവനിൽ കയറി മർദ്ദിച്ചതിന് ശേഷം ആ ഫോട്ടോ എടുത്ത് ഷോ കാണിച്ച ഗണേഷ് കുമാറിന് ഇതൊന്നും വലിയ പുത്തരിയൊന്നുമല്ല. ഗണേഷ് കുമാറിന് ഇന്നലെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് കാര്യങ്ങൾ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ആ ഷോയൊന്നും അതിന്റെ മറുപടി കൊടുത്ത മാധ്യമപ്രവർത്തകരോട് മറുപടി കൊടുക്കുമ്പോൾ വലിയ ഷോ ഒന്നും ഇവിടെ കണ്ടില്ല. കാരണം വെള്ളാപ്പള്ളി എന്തെങ്കിലും പറഞ്ഞ പിണറായി വിജയൻ ഇഷ്ടപ്പെടില്ലെന്നും അത് തനിക്ക് ഭവിഷ്യത്തായി ബാധിക്കുമെന്നും വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ സംസ്കാരമാണ് എന്നൊരു പ്രതികരണത്തിൽ ഒതുക്കിക്കൊണ്ടങ്ങ് പോയത്. ഈ ഗണേഷ് കുമാർ ഇപ്പോ KSRTC ഡ്രൈവർമാരെ സ്ഥലം മാറ്റാനും അവർക്ക് വരെ നടപടിയെടുക്കാനും അവർക്ക് മുകളിൽ കുതിര കയറാനും ഒക്കെ ഗണേഷ് കുമാറിന് അധികാരമുണ്ട്. കാരണം എന്താ, ചരിത്രത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ചരിത്രം എടുത്താൽ, അല്ല പിണറായി സർക്കാരിന്റെ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്താൽ കൃത്യമായി ശമ്പളം കൊടുത്ത ഏക സമയം ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പോ ശമ്പളം കൊടുത്തത് കൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയാണ് ഗണേഷ് കുമാറിനുള്ളത്. ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഗണേഷ് കുമാറിന്റെ കീഴൂട്ട് തറവാട്ടിൽ പണ്ട് പണിക്ക് നിന്ന ആനപ്പാപ്പന്മാരും പശുവിന്റെയും പോത്തിന്റെയും ചാണകം വാരാൻ നിന്നവരും റബ്ബറും തോട്ടത്തെ പണിയെടുത്തവരും വാഴക്കണ്ടത്തെ പണിയെടുത്തവരും ഒക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഷോ കാണിച്ചൊക്കെ ഞങ്ങൾ കൂലി തരണമല്ലേ, കൂലി തന്നാൽ മുതലാളിക്ക് തലയിൽ കയറാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറഞ്ഞ പക്ഷെ അന്ന് ആളുകൾ ഇത് കേട്ടത്. ഇന്നിന്റെ കാലത്ത് ആരും കേൾക്കില്ല. അത് KSRTC കണ്ടക്ടർ എന്നല്ല, KSRTC ഡ്രൈവർ എന്നല്ല, ഈ പറയപ്പെടുന്ന പറമ്പിൽ പണിയെടുക്കുന്നവരോ അല്ലെങ്കിൽ എന്തിനാ പറയുന്നത് ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്ന അതിഥി തൊഴിലാളി സഹോദരന്മാർ പോലും അവന്മാരുടെ മണ്ടയ്ക്ക് മുക്കിട്ട് കയറാവുന്ന മൂക്കാമണ്ട ഇടിച്ച് പിരിച്ചു പോകും. പിന്നെ ഇയാളൊരു മന്ത്രി ആയതുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ആ ഡ്രൈവർ ഒന്നും മിണ്ടാതെ നിന്നത്. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA അയാൾക്ക് 2.5 വർഷക്കാലത്തേക്ക് മാത്രം കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് നാട്ടുകാരുടെ മണ്ടയ്ക്ക് കയറുകയാണ്. നോക്കൂ, KSRTCയിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ പല കാലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ KSRTC ഡിപ്പാർട്ട്മെന്റ് നശിച്ച് നാറാണക്കല്ല് വരയ്ക്കാൻ പകുതി കാരണം ഇവിടുത്തെ രാഷ്ട്രീയ ഹിജടകളും പകുതി കാരണം അവിടുത്തെ ജോലി ചെയ്ത ജീവനക്കാരുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്തും മലയാളികൾ യാത്രക്കാർ KSRTCയെ വിട്ടുപിരിച്ച് പോയിട്ടില്ല. അവർക്ക് നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ അവർ KSRTC 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഉദ്യോഗസ്ഥ ബന്ധവും ഈ രാഷ്ട്രീയ ബന്ധവും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമാണ് KSRTC മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലാതെ ഇയാൾ ഇങ്ങോട്ട് വന്ന് ഞാൻ ശമ്പളം കൊടുത്തില്ലേ, പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടാലെന്താ, ഞാൻ 1000 വണ്ടി വാങ്ങിയില്ലേ, ഞാൻ പറഞ്ഞ വണ്ടി വാങ്ങിയതിന്റെ കമ്മീഷൻ കടകളൊക്കെ പിന്നാലെ വരുമായിരിക്കും, അടുത്ത സർക്കാർ വരുമ്പോ കൊണ്ടുവരുമായിരിക്കും. ഇത്രയും കാലം ഇയാള് UDF LDF പോയിട്ടും ഇയാൾക്കെതിരെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നതുകൊണ്ട് ഇയാള് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ പിന്നാലെ ഒന്നും ഒരു സർക്കാരും പോയിട്ടില്ല. ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇയാൾ നടത്തുന്ന ഇടപാടുകളുടെ മുഴുവൻ ചരിത്രവും പുറത്തു വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയവും വേണ്ട. ഉമ്മൻചാണ്ടിയോട് വന്ന് പറഞ്ഞ കഥകളൊക്കെ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടൊക്കെ തീർന്നുപോയി എന്ന് വിശ്വസിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് വെറുതെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഗണേഷ് കുമാറിന്റെ ഇപ്പോ കോടതി തടഞ്ഞിരിക്കുന്ന ഈ സ്ഥലമാറ്റ ഉത്തരവ് നോക്കൂ, ഒരു KSRTCയുടെ AC അല്ലാത്ത സാധാരണ ബസ്സുകൾ, അത് ദീർഘദൂര ബസ്സുകളാകട്ടെ അല്ലെങ്കിൽ ചെറിയ ദൂരങ്ങളിൽ യാത്ര ചെയ്യുന്ന ലോക്കൽ ബസ്സുകളാകട്ടെ, ഏത് തന്നെ ആയാലും ഇതിന്റെ എഞ്ചിനിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന ചൂടും പുകയും സഹിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കുടിക്കാൻ ഒരു കുപ്പി വെള്ളം കരുതിയതിന്, അല്ലെങ്കിൽ അത് കുടിച്ചു തീർത്തൊരു കാലിക്കുപ്പി ഗ്ലാസിന്റെ മുമ്പിൽ കിടന്നതിന് ഇത്രയും വലിയൊരു ഷോ കാണിക്കുന്ന ഗണേഷ് കുമാർ KSRTCയിൽ ഇപ്പൊ ഇയാളെ പുതിയതായിട്ട് ഇയാളെ മോനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചിറക്കിയ വണ്ടികളല്ലാതെ പഴയ വണ്ടികളുടെ അവസ്ഥയൊക്കെ ഒന്ന് പോയി നോക്കണം. എത്രയോ വണ്ടികളാണ്, അതിൽ പലതും കേന്ദ്ര സർക്കാരിന്റെ കൂടി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ ജനറൽ പദ്ധതിയിൽ വാങ്ങിയ ലോ ഫ്ലോർ ബസ്സുകളടക്കം നശിച്ച് നാറാണക്കല്ല് വരച്ച് തുരുമ്പും പിടിച്ച് അഴുക്കും പിടിച്ച്
പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ ഇപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ഇദ്ദേഹത്തിന് കുഴപ്പമില്ലേ എന്നുള്ളതാണ്. നോക്കൂ, ആ കുപ്പി അവിടെ ഇടരുതെന്ന് നിർദ്ദേശമുണ്ടെങ്കിൽ KV ഗണേഷ് കുമാർ അത് കണ്ടെങ്കിൽ KV ഗണേഷ് കുമാർ ചെയ്യേണ്ടത് എന്താ? അതിന്റെ ഒരു ഫോട്ടോ എടുത്ത ഡിപ്പോ മാനേജർക്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു സാധനം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇയാൾക്കെതിരെ നടപടി എടുക്കണം, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എഴുതി വാങ്ങണം എന്ന് പറയുന്നതിന് പകരം ഒരു കൂട്ടം ഓൺലൈൻ ചാനൽ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി ആ വണ്ടി ഓവർടേക്ക് ചെയ്ത് പിടിച്ച് ആ മനുഷ്യനെ പിടിച്ചിറക്കി അവിടെ നിന്ന് ഖരാന ചെയ്യുക, നാട്ടുകൂട്ടം കൂട്ടി നാട്ടുപഞ്ചായത്ത് ചെയ്യുക എന്ന് പറയുന്നത്. ആ മനുഷ്യനൊരു കുടുംബമുണ്ട്, അയാളുടെ മക്കള് കോളേജിലോ സ്കൂളിലോ ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും. നോക്കൂ, അയാളുടെ മുഖം എത്ര വ്യക്തമാണ്. നിസ്സഹായനായി നിൽക്കുന്ന ഒരു ഡ്രൈവർ, ആ ഡ്രൈവറുടെ മക്കൾ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പോ ചോദിക്കണം, നിന്റെ അച്ഛനെ അല്ലേടാ ഇന്നലെ ഗണേഷ് കുമാർ പിടിച്ചെടുത്ത് അലക്കി. ആ കുഞ്ഞുങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ അത് പ്രായമാകട്ടെ, അയാൾക്കൊരു ഭാര്യ ഉണ്ടാകും, അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും, സഹോദരനുണ്ടാകും. ഇവരൊക്കെ ഈ സമൂഹത്തിൽ ഒരു തെറ്റും ചെയ്യാതെ അന്നത്തെ കുടുംബത്തിന് വേണ്ടി ജോലിക്ക് പോകുന്ന ഒരു ഡ്രൈവറെ പിടിച്ചെത്തി ഖരാവ ചെയ്യാൻ ഈ KV ഗണേഷ് കുമാർ, അതാണെന്ന് കോടതി കൃത്യമായ സ്ഥലമാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്ന് കോടതി വിധിയിറക്കിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇയാൾക്ക് അപ്പനപ്പന്മാരുടെ കാലം തൊട്ട് ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നും പറഞ്ഞ് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ ഒന്നും അവസ്ഥയൊന്നും പുള്ളിക്കറിയണ്ട. നോക്കൂ, ഈ മനുഷ്യരോട് ഗണേഷ് കുമാറോട് ഇത്ര വലിയ ധാർമ്മികതയാണെങ്കിൽ എറണാകുളം നഗരത്തില് ഒരു മണിക്കൂർ അവിടെ നിൽക്കാൻ പറ. ആ മനുഷ്യ ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഹോൺ അടിച്ചുകൊണ്ട് ചീറിപ്പായുന്ന എത്രയോ പ്രൈവറ്റ് ബസ്സുകള്, KSRTC ബസ്സുകള്, മത്സരവോട്ട് നടത്തുന്ന വണ്ടികള് ഈ തെരുവുകളിൽ കാണാൻ പറ്റും. ചാനലിന്റെ ക്യാമറയും മൈക്കോടെയും. മന്ത്രി ആയ സമയത്ത് കുറെ ഷോയ്ക്ക് ഇറങ്ങിയപ്പോ മോളിന് വിളി വന്നു, എന്റെ മരുമകന് മാത്രമേ ഈ ഷോ അനുവദനീയമായിട്ടുള്ളൂ, മറ്റു മന്ത്രിമാർക്ക് ആർക്കും ഇല്ല എന്ന് പറഞ്ഞ മുകളിൽ വിളി വന്നു. ഇപ്പൊ വിളിക്കാൻ പറ്റത്തില്ല, കാരണം പുള്ളിയായ പ്രശ്നത്തിലാ. മോന്റെ ED നോട്ടീസിന് മറുപടി പറയാനും നരേന്ദ്രമോദിക്ക് തെയ്യക്കോലം കൊണ്ട് കൊടുക്കാനും ശബരിമലയിൽ സ്വർണം കട്ടത്തിന്റെ സമാധാനം പറയാനും ഒക്കെ ആയിട്ട് പുള്ളി ടെൻഷൻ അടിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഈ ഷോ തന്നെ മരുമോന്റെ ഷോ ഇപ്പോൾ കുറഞ്ഞു വെച്ചിരിക്കുക. അപ്പോഴാണ് ഇതും കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ NSSന്റെ സുകുമാരൻ നായരെ വളച്ച് കൈ വെച്ചു കൊടുത്തതിന്റെ ക്രെഡിറ്റും കൂടി ഇദ്ദേഹത്തിനാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പിളക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അധികാരം കിട്ടുമ്പോ ഇത്രയ്ക്ക് അഹങ്കരിക്കുന്ന മറ്റൊരാൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഇയാളൊക്കെ കൊട്ടാരക്കാരാണ് പറയുന്നത് തന്നെ നാണക്കേടാകുന്ന അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് കുതിര കയറിക്കൊണ്ട് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ബഹുമാനപ്പെട്ട KV ഗണേഷ് കുമാർ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കിയാൽ മതി തന്നെ. ഒരു വണ്ടി ഓടിക്കുന്ന സാധാരണക്കാരുടെ വിഷമം മനസ്സിലാക്കിയാൽ മതി. അയാളുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാ. നിങ്ങൾ വേറെ എന്ത് വേണേലും കാണിച്ചോ. നിങ്ങൾക്ക് പിന്നെ MVD ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, അവര് ഈ നാട്ടിൽ കാണിക്കുന്ന അഴിമതിക്ക് വിനാശത്തെ നിങ്ങൾ പോത്തെന്താ? ഇയാളുടെ സ്റ്റേജിന് മുന്നിൽ പ്രസംഗിക്കുമ്പോൾ 1000 പേരെ നിരത്തി കൊടുത്ത ആ അടിപൊളി, ഒരു കുഴപ്പമില്ല. ഇവിടെ നടത്തുന്ന അഴിമതിയുടെ ബാക്കി കേൾക്കാപ്പുറത്തിലുള്ള കഥകളൊക്കെ എന്തുമാത്രം വലുതാണ്. ഇയാൾ ആദ്യം ഈ ഡിപ്പാർട്ട്മെന്റിലെ മൊത്തം കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി വെക്കുന്നേ. ഇത് മൊത്തം പെർഫെക്റ്റ് ഒന്നും അല്ല, ഇപ്പോഴും കിടക്കുകയാണ്. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് UDF അധികാരത്തിൽ വന്നാൽ തീരുന്നതേ ഉണ്ട് ഈ മന്ത്രിസ്ഥാനം. ഇനി LDF അധികാരത്തിൽ വന്നാലും ഇയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഉറപ്പൊന്നുമില്ല. മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പരിപാടിയല്ല. ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആക്കണം, ഡിപ്പാർട്ട്മെന്റ് നന്നാക്കണം, ഡിപ്പാർട്ട്മെന്റിൽ നല്ല കാര്യങ്ങൾ നടക്കണം. അതിനോട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കണം. ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നുണ്ടോ മന്ത്രി മോണിറ്റർ ചെയ്യണം. അല്ലാതെ മന്ത്രി ആക്ഷൻ നിരൂപിച്ച് കളിക്കുകയല്ല വേണ്ടത്. ഈ സുരേഷ് ഗോപി കലന്തി സംവാദം നടത്തി ആളുകളോട് എന്തെങ്കിലുമൊക്കെ തമാശ രൂപേണ പറഞ്ഞ പൊട്ടിത്തെറിക്കുന്ന സഖാക്കന്മാരുണ്ടല്ലോ, സൈബർ സഖാക്കന്മാര്. ഈ സഖാക്കന്മാരിതൊന്നും കാണുന്നില്ലേ? കോടതി ഇടപെടൽ കാണുന്നില്ലേ? തിരിച്ചടിയാവുന്നത് കാണുന്നില്ലേ? അവർക്ക് മിണ്ടാട്ടം ഇല്ല. അവര് ഷാഫി പറമ്പിൽ 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയത് എന്തിനാ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാതെ എന്താണെന്ന് തിരക്കി കൊണ്ട് നടക്കുക. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ പാലം വെച്ച് മിൽമയെ കൊണ്ട് പോസ്റ്റർ അടിപ്പിക്കുക. അപ്പൊ യുവമാർക്ക് പറയാനിതേ ഉള്ളൂ, അയ്യോ ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ ഓപ്പറേഷൻ വെറുതെ ആയിരുന്നു. അല്ലാതെ ഇവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും യുവമാർ കാണുന്നില്ല. ഒരുത്തൻ ശബരിമല അയ്യപ്പന്റെ സ്വർണം മൊത്തം കൊണ്ടുപോയി ഉരുക്കിയെടുത്ത് വീതം വെച്ച് വിറ്റിട്ടും മിണ്ടാണ്ടിരുന്ന ഒരു സർക്കാരാണിത്. ഈ സർക്കാരിനെ പൊതുജനം കുറ്റിച്ചൂലെടുത്ത് പുറത്താക്കുന്ന കാലം വിദൂരമല്ല. അതിനുള്ള കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഉറപ്പായും അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ പ്രതിഫലിക്കാൻ തുടങ്ങുന്നുള്ളതാണ്.